എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു സ്മാലിയ വ്ലോഗ്സ്. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ UAE എങ്ങനെ രൂപപ്പെട്ടു, പഴയ കാലത്തെ സ്ട്രഗിൾ, റൂളേഴ്സിൻ്റെ യൂണിറ്റി, ഫെഡറേഷൻ കോൺസെപ്റ്റ് എന്നിവയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഈ സെക്കൻഡ് പാർട്ടിൽ 2000 മുതൽ 2025 വരെ UAE എങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് നേടി എന്നതാണ് നമ്മൾ വിശദമായി കാണാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഈച്ച് എമിറേറ്റ്സ് സെപ്പറേറ്റ്ലി അവരുടെ റൂളേഴ്സ്, അവരുടെ വിഷൻ, പിന്നെ ഓരോ എമിറേറ്റ്സും UAEയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിലേക്ക് നൽകിയ കോൺട്രിബ്യൂഷൻസ് എന്നിവ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അബുദാബിയുടെ ഓയിൽ ബേസ്ഡ് എക്കണോമി മുതൽ ദുബായിയുടെ ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ വരെ, ഷാർജയുടെ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് മുതൽ സ്മോൾ എമിറേറ്റ്സിൻ്റെ സ്റ്റഡി ഗ്രോത്ത് വരെ UAE എങ്ങനെ ഒരു റോൾ മോഡൽ നേഷനായി മാറി എന്നതാണ് ഇന്നത്തെ മെയിൻ ഫോക്കസ്. ഇതൊരു ഫേക്ക് സ്റ്റോറി അല്ല. ഇത് റൂളേഴ്സിൻ്റെ ഹാർഡ് വർക്ക്, കോൺട്രിബ്യൂഷൻ, കോർഡിനേഷൻ, പ്ലാനിംഗ് ആൻഡ് ലീഡർഷിപ്പ് കൊണ്ടുണ്ടായ ഒരു റിയൽ ഡെവലപ്മെൻറ്റ് സ്റ്റോറിയാണ്. സോ ഡിയർ വ്യൂവേഴ്സ്, UAEയുടെ റിയൽ ഗ്രോത്ത് ജേണി അറിയാൻ വീഡിയോ ഫുൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു സ്മാലിയ വ്ലോഗ്സ് ഫോർ മോർ റിയൽ സ്റ്റോറീസ്. അബുദാബി, ദ ക്യാപിറ്റൽ ഓഫ് വിഷൻ 2000 to 2025. 2000 വർഷം തുടങ്ങുമ്പോൾ അബുദാബി ഓൾറെഡി UAEയുടെ ക്യാപിറ്റൽ എമിറേറ്റ് ആയിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അബുദാബി തിരഞ്ഞെടുത്ത വഴി സാധാരണ ഡെവലപ്മെൻ്റ് ആയിരുന്നില്ല. ഇത് വിഷൻ, ഡിസിപ്ലിൻ, ലോങ് ടേം പ്ലാനിംഗ് ഇവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നേഷൻ ബിൽഡിംഗ് ജേണിയായിരുന്നു. അബുദാബി റൂളേഴ്സ് ഒരുപാട് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു ഓയിൽ, വെൽത്ത് ടെമ്പററി ആണെന്ന്, പക്ഷേ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പെർമനൻ്റ് ആണെന്നും. ലീഡർഷിപ്പ് ദാറ്റ് ഷേപ്ഡ് ദ എറ. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ ടിൽ 2004 ഫാദർ ഓഫ് ദ നേഷനായ ഷെയ്ഖ് സായിദ് അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങളിൽ പോലും ഫ്യൂച്ചർ ജനറേഷനെക്കുറിച്ചുള്ള ചിന്ത ഒരിക്കലും നിർത്തിയില്ല. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സോഷ്യൽ വെൽഫെയർ ഇവയെല്ലാം അബുദാബിയുടെ ഗ്രോത്തിൻ്റെ ഫൗണ്ടേഷനായി അദ്ദേഹം ഒരുക്കി. 2004 അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ 2004 to 2022 വരെ അബുദാബിയെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡ്രിവൺ ഗവർണൻസ് എന്ന പുതിയ ഘട്ടത്തിലേക്ക് നയിച്ചു. ഗവൺമെൻറ് സിസ്റ്റം മോഡേണൈസ് ചെയ്തും ഓയിൽ ഇൻകം വൈസ്ലി ഇൻവെസ്റ്റ് ചെയ്തും അബുദാബിയെ ഫിനാൻഷ്യലി സ്ട്രോങ് ബട്ട് സോഷ്യലി ബാലൻസ്ഡ് എമിറേറ്റ് ആക്കി മാറ്റി. 2022 അധികാരത്തിലെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ 2022 to 2025 വരെ ഫ്യൂച്ചർ ഫോക്കസ്ഡ് ലീഡർഷിപ്പിൻ്റെ പ്രതീകമായി ടെക്നോളജി, നാഷണൽ സെക്യൂരിറ്റി, സസ്റ്റൈനബിലിറ്റി, ഗ്ലോബൽ ഡിപ്ലോമസി ഇവയെല്ലാം ഒന്നിച്ചു ചേർത്ത് അബുദാബിയെ ഗ്ലോബൽ ഡിസിഷൻ മേക്കിംഗ് സെൻറ്ററായി ഉയർത്തി. ഫ്രം ഓയിൽ എക്കണോമി ടു പോസ്റ്റ് ഓയിൽ വിഷൻ. 2000 ശേഷം അബുദാബി എടുത്ത ഏറ്റവും വലിയ തീരുമാനം പോസ്റ്റ് ഓയിൽ എക്കണോമി എന്ന സ്ട്രാറ്റജിയായിരുന്നു. ഓയിൽ റവന്യൂ സിംപ്ലി സ്പെൻഡ് ചെയ്യാതെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, കൾച്ചർ, റിന്യൂവബിൾ എനർജി ഇവയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഡിസിഷൻ അബുദാബിയെ ഷോർട്ട് ടേം വെൽത്തുള്ള എമിറേറ്റിൽ നിന്ന് ലോങ് ടേം സസ്റ്റൈനബിൾ നാഷനാക്കി മാറ്റി. 2007 പൂർത്തിയായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ഒരു റിലീജിയസ് സ്ട്രക്ചർ മാത്രമല്ല, യൂണിറ്റി, ടോളറൻസ്, ഇസ്ലാമിക് ഐഡൻറ്റിറ്റി എല്ലാം ഒന്നിച്ചുള്ള നാഷണൽ സിംബലായിരുന്നു അത്. ഡിഫറെൻ്റ് കൾച്ചേഴ്സിൽ നിന്നുള്ള വിസിറ്റേഴ്സിനെ വെൽക്കം ചെയ്ത ഈ മോസ്ക് അബുദാബിയുടെ പീസ്ഫുൾ ഇമേജ് വേൾഡിലേക്ക് എത്തിച്ചു. 2017 തുറന്ന ലൂവർ അബുദാബി എന്ന മ്യൂസിയം അബുദാബിയുടെ കൾച്ചറൽ കോൺഫിഡൻസിന് തെളിവായിരുന്നു. ഈസ്റ്റും വെസ്റ്റും തമ്മിൽ ആർട്ട്, ഹിസ്റ്ററി, സിവിലൈസേഷൻ ഒരേ റൂഫിൽ കാണിച്ച ഈ മ്യൂസിയം കൾച്ചറിൻ്റെ ഡിപ്ലോമസിയുടെ ഭാഗമായി മാറ്റി. മസ്ദാർ സിറ്റി അബുദാബിയുടെ ഫ്യൂച്ചറിനെ കാണിക്കുന്ന ലിവിങ് എക്സാമ്പിളാണ്. റിന്യൂവബിൾ എനർജി, സോളാർ പവർ, സസ്റ്റൈനബിലിറ്റി ഇവയെല്ലാം കമ്പൈൻ ചെയ്ത ഈ പ്രോജക്റ്റ് അബുദാബിയെ ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ലീഡറാക്കി മാറ്റി. എക്കണോമിക് ആൻഡ് ഗ്ലോബൽ സ്ട്രെങ്ത്. എത്തിഹാദ് എയർവേസ് എക്സ്പാൻഷൻ അബുദാബിയെ വേൾഡിലേക്ക് കണക്ട് ചെയ്തു. ടൂറിസം, ബിസിനസ്, ഗ്ലോബൽ മൊബിലിറ്റി എല്ലാം ഏവിയേഷൻ വഴി വളർന്നു. അതേസമയം അഡ്നോക് ട്രഡീഷണൽ ഓയിൽ കമ്പനിയിൽ നിന്ന് സ്ട്രാറ്റജിക് ഗ്ലോബൽ എനർജി പ്ലെയറായി മാറി. ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്, മോഡേണൈസേഷൻ, എനർജി സെക്യൂരിറ്റി അബുദാബിയുടെ എക്കണോമിക് ബാക്ക് ബോണായി മാറി.
യാസ് ഐലൻഡ് a new identity. യാസ് ഐലൻഡ് ഡെവലപ്മെൻറ്റ് അബുദാബിയുടെ ഇമേജ് കംപ്ലീറ്റ്ലി മാറ്റി. ഫോമുല 1, അബുദാബി ഗ്രാൻഡ് പ്രീ, ഫെറാറി വേൾഡ്, വാർണർ ബ്രോസ് വേൾഡ്, ലക്ഷറി റിസോർട്ട് എല്ലാം ചേർന്ന് ടൂറിസം എക്കണോമിയെ ഓയിലിന് പുറത്ത് ഒരുപാട് വളർന്നു. 2000 മുതൽ 2025 വരെ അബുദാബി വളർന്നത് ബിൽഡിങ്സ് കൊണ്ടല്ല, വിഷൻ, ലീഡർഷിപ്പ്, പേഷ്യൻസ് എന്നിവ കൊണ്ടാണ്. ദുബായ് വിഷൻ, ഇന്നോവേഷൻ, ഗ്ലോബൽ ഗ്രോത്ത് 2025. 2000 വർഷം ദുബായ് UAEയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എമിറേറ്റ് ആയിരുന്നു. എന്നാൽ 2000 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ദുബായ് ഒരു റീജിയണൽ ട്രേഡിംഗ് സിറ്റിയിൽ നിന്ന് ഗ്ലോബൽ സിറ്റിയായി മാറിയതാണ് ലോകം കണ്ടത്. ദുബായിയുടെ ഗ്രോത്ത് സ്കൈ സ്ക്രേപ്പേഴ്സ് മാത്രമായിരുന്നില്ല, അത് വിഷൻ, പ്ലാനിംഗ്, ഇന്നോവേഷൻ, ഡൈവേഴ്സിഫൈഡ് എക്കണോമി എന്നിവയുടെ വിജയമാണ്. റൂളേഴ്സ് ആൻഡ് ലീഡർഷിപ്പ് വിഷൻ. റൂളർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, വൈസ് പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് UAE, റൂളർ ഓഫ് ദുബായ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ലീഡർഷിപ്പ് ദുബായിയെ വേൾഡ് ക്ലാസ് സിറ്റിയാക്കി മാറ്റിയതിൽ നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹത്തിൻ്റെ വിഷൻ ഓയിലിൽ മാത്രം ആശ്രയിക്കാത്ത ഡൈവേഴ്സിഫൈഡ് എക്കണോമി ദുബായിയെ ഗ്ലോബൽ ഹബ് ആൻഡ് ബിസിനസ്, ടൂറിസം, ഇന്നോവേഷൻ, ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫ്യൂച്ചർ ഫോക്കസ്ഡ് പ്ലാനിംഗ് എന്നിവയെ ബേസ് ചെയ്തതായിരുന്നു. എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ 2000 to 2025 കാലഘട്ടത്തിൽ എക്കണോമി മൾട്ടി സെക്ടറായി മാറി. കീ എക്കണോമിക് പില്ലേഴ്സ്: ട്രേഡ് ആൻഡ് ലോജിസ്റ്റിക്സ്, ഏവിയേഷൻ, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, ഫിനാൻസ് ആൻഡ് സർവീസസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ് എന്നിവയൊക്കെയായിരുന്നു. ഓയിൽ കോൺട്രിബ്യൂഷൻ ദുബായ് എക്കണോമിയിൽ വളരെ കുറവായിരുന്നുവെങ്കിലും നോൺ ഓയിൽ സെക്ടേഴ്സ് ദുബായിയുടെ ബാക്ക് ബോൺ ആയിരുന്നു. ദുബായിയുടെ പ്രധാന ഡെവലപ്മെൻറ്റ്സ്: ദുബായ് മെട്രോ, മിഡിൽ ഈസ്റ്റിലെ ഫസ്റ്റ് ഫുള്ളി ഓട്ടോമേറ്റഡ് മെട്രോ. ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, വേൾഡ്സ് ബിസിയസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഫ്യൂച്ചർ ഗ്ലോബൽ ഏവിയേഷൻ ഹബ്. ഷെയ്ഖ് സായിദ് റോഡ് എക്സ്പാൻഷൻ, അർബൻ കണക്ടിവിറ്റി. പോർട്സ് ആൻഡ് ലോജിസ്റ്റിക്സ് ഹബ്സ്, ജബൽ അലി പോർട്ട്. ദുബായിയുടെ സ്കൈലൈൻ വേൾഡ് ഫേമസ് ആയി മാറി. മേജർ ലാൻഡ്മാർക്ക് ബുർജ് ഖലീഫ, വേൾഡ് ടോളസ്റ്റ് ബിൽഡിംഗ്. പാം ജുമൈറ, ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഇന്നോവേഷൻ. ബുർജ് അൽ അറബ്, ലക്ഷറി ഹോസ്പിറ്റാലിറ്റി സിമ്പിൾ. ദുബായ് മറീന, മോഡേൺ അർബൻ ലിവിംഗ്. ഡൗൺ ടൗൺ ദുബായ്, ബിസിനസ്, ടൂറിസം, ലൈഫ് സ്റ്റൈൽ ഹബ്. 2000 മുതൽ 2025 കാലഘട്ടത്തിൽ ദുബായ് വേൾഡ് ടോപ്പ് ടൂറിസം ഡെസ്റ്റിനേഷനിലൊന്നായി മാറിയിരുന്നു. ലക്ഷറി ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, ഷോപ്പിംഗ്, ഫെസ്റ്റിവൽസ് ആൻഡ് മോൾസ്, കൾച്ചറൽ ടൂറിസം, അൽ ഫഹീദി, മ്യൂസിയംസ്, എക്സ്പോ 2020 ദുബായ്, ഗ്ലോബൽ റെക്കഗ്നിഷൻ, ഇവൻറ്റ്സ് ആൻഡ് എക്സിബിഷൻസ്, ബിസിനസ് ടൂറിസം, ബിസിനസ് ഫ്രീ സോൺ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദുബായ് ഇൻവെസ്റ്റേഴ്സിനായി ഫ്രണ്ട്ലി എമിറേറ്റായി മാറിയിരുന്നു. മേജർ ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫ്രീ സോൺ, ജാബ്സ, DIFC, ദുബായ് ഇൻ്റർനാഷണൽ സിറ്റി, 100% ഫോറിൻ ഓണർഷിപ്പ് പോളിസീസ്. 2025 ആകുമ്പോഴേക്കും ദുബായ് ഫ്യൂച്ചറിനെയും ലീഡ് ചെയ്യാൻ തുടങ്ങി. കീ ഇനിഷ്യേറ്റീവ്സ് നോക്കിയാൽ സ്മാർട്ട് ദുബായ്, AI സ്ട്രാറ്റജി, ബ്ലോക്ക് ചെയിൻ ഗവൺമെൻറ് സർവീസസ്, പേപ്പർലെസ് ഗവൺമെൻറ്, ദുബായ് 2040 അർബൻ മാസ്റ്റർ പ്ലാൻ. എക്കണോമിക് ഗ്രോത്തിനൊപ്പം പീപ്പിൾ ആൻഡ് ക്വാളിറ്റി ലൈഫിലേക്കും ദുബായ് പ്രയോറിറ്റി നൽകി. ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് സേഫ്റ്റി, മൾട്ടി കൾച്ചറൽ സൊസൈറ്റി, വുമൻ എംപവർമെൻറ്റ്, യൂത്ത് ഇനിഷ്യേറ്റീവ്സ്. ദുബായ് UAEയുടെ എക്കണോമിക് എൻജിൻ ആൻഡ് ഗ്ലോബൽ ഫേസായി മാറി. ഷാർജ, നോളജ് ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ 2000 മുതൽ 2025 വരെയുള്ള ഗ്രോത്തിലേക്ക്. 2000 വർഷം തന്നെ ഷാർജ UAEയിലെ കൾച്ചറൽ ഹബ്ബായി അറിയപ്പെട്ടിരുന്നു. സ്കൈ സ്ക്രേപ്പേഴ്സ്, ലക്ഷറി പ്രോജക്ട്സ് കൊണ്ടല്ല, മറിച്ച് എഡ്യൂക്കേഷൻ, കൾച്ചർ, ഹെറിറ്റേജ് എന്നിവയുടെ ശക്തിയാൽ ഷാർജ വ്യത്യസ്തമായ ഒരു എമിറേറ്റ് ആയിരുന്നു. 2000 മുതൽ 2025 വരെ ഷാർജ മോഡേൺ ഡെവലപ്മെൻറ്റിലേക്ക് കടന്നുവെങ്കിലും അത് നോളജ് ബേസ്ഡ് ഗ്രോത്ത് ആയിരുന്നു. ആ സമയത്ത് റൂളർ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ്. 1972 മുതൽ 2025 വരെ അദ്ദേഹമാണ് ഷാർജയെ ഭരിച്ചിരുന്നത്. ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ ലീഡർഷിപ്പ് ഷാർജയെ
മോഡൽ എമിറേറ്റ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ആയി മാറ്റി. അദ്ദേഹം ഒരു റൂളർ മാത്രമല്ല, സ്കോളർ, ഹിസ്റ്റോറിയൻ, എഡ്യൂക്കേഷണലിസ്റ്റ് കൂടിയായിരുന്നു. 2000 മുതൽ 2025 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ഫോക്കസ് ചെയ്ത പ്രധാന മേഖലകളായിരുന്നു എഡ്യൂക്കേഷൻ ആൻഡ് യൂണിവേഴ്സിറ്റീസ്, കൾച്ചർ ആൻഡ് ആർട്സ്, ഹെറിറ്റേജ് ആൻഡ് പ്രിസർവേഷൻ, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ വിത്ത് കൾച്ചറൽ ബാലൻസ്. മേജർ ഡെവലപ്മെൻറ്റ്സ് 2000 മുതൽ 2025 വരെ. യൂണിവേഴ്സിറ്റി സിറ്റി ഷാർജ. ഷാർജയിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു യൂണിവേഴ്സിറ്റി സിറ്റി ഷാർജ. പ്രധാന മുന്നേറ്റങ്ങൾ: എക്സ്പാൻഡഡ് ക്യാമ്പസ് ആൻഡ് മോഡേൺ ഫെസിലിറ്റീസ്. UAEയിലും എബ്രോഡിലും നിന്നുള്ള സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്തു. ഷാർജയെ ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റി. റിസർച്ച്, ഇന്നോവേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്തു. എഡ്യൂക്കേഷൻ ഷാർജയുടെ ബാക്ക് ബോൺ ആയിരുന്നു. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കൾച്ചറൽ ഇവൻറ്റിലൊന്നായി. പ്രധാന സവിശേഷതകൾ: വേൾഡ് ക്ലാസ് ലിറ്റററി ഇവൻറ്റ്. എവറി ഇയർ തൗസൻഡ്സ് ഓഫ് ഓതേഴ്സ്, പബ്ലിഷേഴ്സ്, വിസിറ്റേഴ്സ്. ലിറ്ററസി, എഡ്യൂക്കേഷൻ, കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രൊമോട്ട് ചെയ്തു. ഷാർജ ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് പ്രിസർവേഷന് വലിയ പ്രാധാന്യം നൽകി. പ്രധാന ഹെറിറ്റേജ് ലൊക്കേഷൻസ്: ഷാർജ ആർട്ട് മ്യൂസിയം, അൽ ഹിസൻ ഫോർട്ട്, ഷാർജ ഹെറിറ്റേജ് ഏരിയ. എമിറേറ്റിൻ്റെ ഹിസ്റ്ററി പ്രിസർവ് ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. നോളജ് ബേസ്ഡ് ഗ്രോത്തിനൊപ്പം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും ഷാർജ ഈക്വൽ ഇമ്പോർട്ടൻസ് നൽകി. പ്രധാന ഡെവലപ്മെൻറ്റ്സ്: റോഡ് നെറ്റ്വർക്ക്സ്, പബ്ലിക് ട്രാൻസ്പോർട്ട്, ഹൗസിംഗ്, സ്കൂൾസ്, ലൈബ്രറീസ്, കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ്. 2000 to 2025 കാലഘട്ടത്തിൽ ഷാർജ അറബ് വേൾഡ് കൾച്ചറൽ ക്യാപിറ്റലായി മാറി. എഡ്യൂക്കേഷണൽ കോൺഫറൻസസ്, ആർട്ട് ഫെസ്റ്റിവൽസ്, ഹെറിറ്റേജ് എക്സിബിഷൻസ് ഹോസ്റ്റ് ചെയ്തു. എഡ്യൂക്കേഷൻ ലോങ് ടേം ഡെവലപ്മെൻറ്റിനെ ടൂളായി എംഫസൈസ് ചെയ്തു. ടൂറിസം, കൾച്ചർ, കമ്മ്യൂണിറ്റി വെൽബീയിങ് എല്ലാം ബാലൻസ് ചെയ്തു. ഷാർജ UAEയുടെ ഓവറോൾ ഗ്രോത്തിൽ നിന്ന് ഇൻ്റലക്ച്വൽ കൾച്ചറൽ ഹേർട്ടായി പ്രവർത്തിച്ചു. അജ്മാൻ അഫോർഡബിൾ ഗ്രോത്ത് ആൻഡ് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്. 2000 മുതൽ 2025 വരെ. അജ്മാൻ UAEയുടെ സ്മോളർ അർബൻ എമിറേറ്റ് ആയിരുന്നു. വിസ്തീർണം കുറവായിരുന്നെങ്കിലും അജ്മാൻ ശക്തമായ പ്ലാനിംഗ് വിഷൻ ഉണ്ടായിരുന്നു. 2000 മുതൽ 2025 വരെ അജ്മാൻ അഫോർഡബിൾ ഹൗസിംഗ്, SME ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. ലക്ഷറി ഫോക്കസ്ഡ് ഗ്രോത്തിനേക്കാൾ പീപ്പിൾ സെൻട്രിക് ആയ ഡെവലപ്മെൻറ്റാണ് അജ്മാൻ തിരഞ്ഞെടുത്തത്. റൂളർ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി ആയിരുന്നു 1981 മുതൽ 2025 വരെ. ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമിയുടെ ലീഡർഷിപ്പ് അജ്മാനെ സ്റ്റേബിൾ ആൻഡ് അഫോർഡബിൾ എമിറേറ്റായി വളർത്തി. അദ്ദേഹത്തിൻ്റെ വിഷൻ റെസിഡൻസിൻ്റെ ഡെയിലി ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിലായിരുന്നു. ലീഡർഷിപ്പ് ഫോക്കസ് ചെയ്യുന്ന പ്രധാന മേഖലകൾ: അഫോർഡബിൾ ഹൗസിംഗ് പ്രൊജക്ട്സ്, SME, ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിറ്റി സർവീസസ് ആൻഡ് എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഗ്രോത്ത് സ്ലോ ആയിരുന്നെങ്കിലും സ്റ്റഡി ആൻഡ് പ്ലാൻഡ് ആയിരുന്നു. ഹൗസിംഗ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അജ്മാൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിരുന്നു. ഹൗസിംഗ് അഫോർഡബിലിറ്റി. പ്രധാന ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ റെസിഡൻഷ്യൽ പ്രോജക്ട്സ്, അഫോർഡബിൾ ആൻഡ് മോഡേൺ ഹൗസിംഗ്, സ്കൂൾസ് ആൻഡ് ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ്, കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ്, സോഷ്യൽ എക്യുപ്മെൻറ്റ്. ഹൈ കോസ്റ്റ് ഇല്ലാതെ മോഡേണൈസേഷൻ ഉറപ്പാക്കുന്ന ബാലൻസ്ഡ് അപ്രോച്ച്. അർബൻ പ്ലാനിംഗ് ഫോക്കസ്ഡ് ഓൺ സൊസൈറ്റി, ആക്സസിബിലിറ്റി, കംഫർട്ട്. ഇതൊരു മിഡിൽ ഇൻകം ഫാമിലീസിനും സ്മോൾ ബിസിനസ് ഓണേഴ്സിനും അജ്മാൻ അട്രാക്റ്റീവ് എമിറേറ്റാക്കി മാറ്റി. എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. അജ്മാൻ്റെ എക്കണോമി സ്മോൾ സ്കെയിൽ ആയിരുന്നെങ്കിലും വെൽ സ്ട്രക്ചേർഡ് ആയിരുന്നു. പ്രധാന സാമ്പത്തിക മുന്നേറ്റങ്ങൾ: ഇൻഡസ്ട്രിയൽ ഏരിയാസ്, ഫ്രീ സോൺസ്, സ്മോൾ ബിസിനസ് ആൻഡ് മാനുഫാക്ചറിംഗ് സപ്പോർട്ട്സ്, SME സപ്പോർട്ട്, ലോക്കൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, അജ്മാൻ പോർട്ട് ഡെവലപ്മെൻറ്റ്, ട്രേഡ് ആൻഡ് ലോജിസ്റ്റിക് ഗ്രോത്ത്, ഓയിലിനെ ആശ്രയിക്കാതെ എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ. എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഗ്രോത്തിനൊപ്പം എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസിനും അജ്മാൻ ഈക്വൽ ഇമ്പോർട്ടൻസ് നൽകി. പ്രധാന ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുമ്പോൾ സ്കൂൾ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, യൂത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്,
എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഇൻഡസ്ട്രിയുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഗ്രോത്ത് മോഡലായി മാറി. ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് കണക്ടിവിറ്റി. പ്രധാന ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ റോഡ് നെറ്റ്വർക്ക്സ്, പബ്ലിക് ട്രാൻസ്പോർട്ട്, അർബൻ ഫെസിലിറ്റീസ്, ദുബായ് ആൻഡ് ഷാർജ കണക്ടിവിറ്റി, എക്കണോമിക് അഡ്വാൻറ്റേജ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വിത്ത് കമ്മ്യൂണിറ്റി ഫോക്കസ്ഡ് പ്ലാനിംഗ്. സ്മോൾ സൈസായിട്ടും അജ്മാൻ റീജിയണൽ ഗ്രോത്തിൽ സ്ട്രോങ് റോൾ വഹിച്ചു. ഫുജൈറ സ്ട്രാറ്റജിക് ഗ്രോത്ത് ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി 2000 മുതൽ 2025 വരെ. 2000 വർഷം ഫുജൈറ UAE ഈസ്റ്റ് കോസ്റ്റ് എമിറേറ്റ് ആയിരുന്നു. ഈ എമിറേറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ, മൗണ്ടെയിൻസ്, ലോങ് കോസ്റ്റ് ലൈൻ കൂടാതെ നാച്ചുറൽ ഹെർബോൺസ് ആയിരുന്നു. 2000 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഫുജൈറ മാരിടൈം ട്രേഡ്, ടൂറിസം, എനർജി, ലോജിസ്റ്റിക്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. സ്മാർട്ട് പ്ലാനിംഗ് ചേർന്നപ്പോൾ ഫുജൈറ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് മോഡലായി മാറി. ഷെയ്ഖ് ഹുമൈദ് ബിൻ മുഹമ്മദ് അൽ ഷർഖിയായിരുന്നു 1974 മുതൽ 2025 വരെ ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ വിഷൻ പീപ്പിൾ സെൻട്രഡ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. ലീഡർഷിപ്പ് ഫോക്കസ് ചെയ്ത പ്രധാന മേഖലകൾ മാരിടൈം ട്രേഡ് ആൻഡ് പോർട്ട് ഡെവലപ്മെൻറ്റ്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഗ്രോത്ത്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റി, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഫുജൈറയുടെ വളർച്ചയിൽ പോർട്ട് ആൻഡ് മാരിടൈം ട്രേഡ് വളരെ പ്രധാന പങ്കുവഹിച്ചു. ഫുജൈറ പോർട്ട് എക്സ്പാൻഷൻ, ഓയിൽ സ്റ്റോറേജ്, ബാങ്കിംഗ് ഫെസിലിറ്റീസ്, ഗ്ലോബൽ എനർജി ട്രേഡിൽ കീ റോൾ. UAEയുമായും ഗ്ലോബൽ മാർക്കറ്റുമായും ശക്തമായ മാരിടൈം കണക്ടിവിറ്റി. ഇതിൻ്റെ ഫലമായി ഫുജൈറ UAEയുടെ സ്ട്രാറ്റജിക് മാരിടൈം ഹബ്ബായി മാറി. നാഷണൽ എക്കണോമിക്കും ഇൻ്റർനാഷണൽ ട്രേഡിനും ഫുജൈറ വലിയ സംഭാവന നൽകി. ഫുജൈറയുടെ നാച്ചുറൽ ബ്യൂട്ടി, മൗണ്ടെയ്ൻസ്, ബീച്ചസ്, ഡെസേർട്ട്സ് ഈ എമിറേറ്റ്സിനെ എക്കോ ടൂറിസം ആൻഡ് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഐഡിയൽ ഡെസ്റ്റിനേഷനാക്കി മാറ്റി. ടൂറിസം സെക്ടറിലുണ്ടായ പ്രധാന മാറ്റങ്ങൾ: ബീച്ച് റിസോർട്ട്സ്, എക്കോ ലോഡ്ജസ്, സസ്റ്റൈനബിൾ ടൂറിസം മോഡൽ, സ്നൂപ്പി ഐലൻഡ്, ഡൈവിംഗ് സ്പോർട്സ്, മറൈൻ ടൂറിസം വളർച്ച, മൗണ്ടെയിൻ ഹൈക്കിംഗ്, ഡെസേർട്ട് എക്സ്പീരിയൻസ്, അഡ്വഞ്ചർ ടൂറിസം, റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്സ്, ഈസി ആക്സസിബിലിറ്റി. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്സ്. എക്കോ ഗ്രോത്തിനൊപ്പം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും ഫുജൈറയിൽ വലിയ പ്രാധാന്യം നൽകി. 2000 മുതൽ 2025 വരെ ഫുജൈറ തെളിയിച്ചത് സ്ട്രാറ്റജിക് ലൊക്കേഷൻ, നാച്ചുറൽ റിസോഴ്സസ്, പ്ലാനിംഗ്, ഗ്രോത്ത്. ഫുജൈറ UAEയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് സ്റ്റോറിയിൽ ശക്തമായ പങ്കുവഹിച്ചു. നേച്ചർ, കമ്മ്യൂണിറ്റി, എക്കണോമി എല്ലാം ബാലൻസ് ചെയ്ത് ഗ്രോത്ത്. ഖുവൈനിലേക്ക് പോവുകയാണെങ്കിൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഹെറിറ്റേജ് 2000 മുതൽ 2025 വരെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഖുവൈൻ UAEയിലെ സ്മോളസ്റ്റ് എമിറേറ്റ് ആയിരുന്നു. വലിപ്പം കുറവാണെങ്കിലും ഈ എമിറേറ്റിൻ്റെ ശക്തി അതിൻ്റെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെയും റിച്ച് ഹെറിറ്റേജിൻ്റെയും ആയിരുന്നു. 2000 മുതൽ 2025 വരെ ഖുവൈൻ ഹെറിറ്റേജ് പ്രിസർവേഷൻ, എക്കോ ടൂറിസം, സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നീ മേഖലയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. റാപ്പിഡ് അർബനൈസേഷനേക്കാൾ ബാലൻസ്ഡ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ് ഈ എമിറേറ്റ് തിരഞ്ഞെടുത്തത്. ഷെയ്ഖ് സൗദ് ബിൻ റാഷിദ് അൽ മൊയല്ലയുടെ ലീഡർഷിപ്പും ഖുവൈനെ നേച്ചർ ഫ്രണ്ട്ലി എമിറേറ്റായി നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹത്തിൻ്റെ വിഷൻ ഫ്യൂച്ചർ ജനറേഷൻ മുന്നിൽ കണ്ടുള്ള ഡെവലപ്മെൻ്റ് ആയിരുന്നു. ലീഡർഷിപ്പ് ഫോക്കസ് ചെയ്ത പ്രധാന മേഖലകൾ എക്കോ ടൂറിസം ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ, ഹെറിറ്റേജ് പ്രിസർവേഷൻ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ടൂറിസം ആൻഡ് സസ്റ്റൈനബിലിറ്റി അച്ചീവ്മെൻറ്റ്സ്. ഖുവൈൻ്റെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, മാൻഗ്രോവ്സ്, കോസ്റ്റ് ലൈൻ, ഡെസേർട്ട് ഏരിയാസ് ഈ എമിറേറ്റ്സിനെ എക്കോ ടൂറിസം ആൻഡ് അഡ്വഞ്ചർ ടൂറിസത്തിന് ഐഡിയൽ ഡെസ്റ്റിനേഷനാക്കി മാറ്റി. ഈ എമിറേറ്റിൻ്റെ പ്രധാന നേട്ടങ്ങൾ: മാംഗ്രോവ് ആൻഡ് മറൈൻ ലൈഫ് കൺസർവേഷൻ, എക്കോ ഫ്രണ്ട്ലി ടൂറിസം പ്രൊമോഷൻ, eco resorts and heritage hotels, sustainable hospitality model, historical sites restoration, forts, mosques, old towns, road and basic infrastructure development, improved accessibility. Economic and community development. Economic growth ഷോ ആയിരുന്നെങ്കിലും കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിരുന്നു. പ്രധാന ഡെവലപ്മെൻറ്റ്സ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്,
local development and production, fishing and agriculture support, traditional economy preserved, schools, healthcare centers, community facilities, social development, industrial growthിനും എൻവറോൺമെൻറ്റിനും പ്രൊട്ടക്ഷനും ഇടയിൽ ബാലൻസ്. ഇത് ഉമ്മുൽ ഖുവൈനെ പീസ്ഫുൾ ആൻഡ് ലീവബിൾ എമിറേറ്റ് ആക്കി മാറ്റി. എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ് ഡെവലപ്മെൻറ്റിനൊപ്പം എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസിനും എമിറേറ്റ് പ്രാധാന്യം നൽകി. പ്രധാന ഇനിഷ്യേറ്റീവ്സ്: വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ്, യൂത്തിനായി സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് മോഡേൺ എഡ്യൂക്കേഷനെ ട്രഡീഷണൽ ആൻഡ് കൾച്ചറിനൊപ്പം ബാലൻസ് ചെയ്തു. റാസ് അൽ ഖൈമയാണെങ്കിലോ നേച്ചർ, ഇൻഡസ്ട്രി ആൻഡ് അഡ്വെഞ്ചർ എന്നിവയിലായിരുന്നു ഡെവലപ്പും ഗ്രോത്തും കൊണ്ടുവന്നത്. 2000 മുതൽ 2025 വരെ നോക്കിയാൽ 2000 വർഷം റാസ് അൽ ഖൈമ UAE സ്മോളർ എമിറേറ്റ് ആയിരുന്നു. എന്നാൽ ഈ എമിറേറ്റിന് ശക്തമായ സ്ട്രാറ്റജിക് ലൊക്കേഷനും സമൃദ്ധമായ നേച്ചർ റിസോഴ്സും ഉണ്ടായിരുന്നു. മൗണ്ടെയ്ൻസ്, ഡെസേർട്സ്, ലോങ് കോസ്റ്റ് ലൈൻ എന്നിവ ചേർന്നപ്പോൾ റാക്ക് വലിയൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. 2000 മുതൽ 2025 വരെ റാക്ക് ഇൻഡസ്ട്രി, ടൂറിസം, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നീ മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ കൈവരിച്ചു. ട്രഡീഷണൽ എക്കണോമിയിൽ നിന്ന് മോഡേൺ ഡൈവേഴ്സിഫൈഡ് എക്കണോമിയിലേക്ക് മാറ്റമാണ് പ്രധാന സവിശേഷത. റൂളർ ഷെയ്ഖ് സൗദ് ബിൻ സക്കർ അൽ ഖാസിമി ആയിരുന്നു 2010 മുതൽ 2025 വരെ. അദ്ദേഹത്തിൻ്റെ വിഷൻ നേച്ചറും ഇൻഡസ്ട്രിക്കും ടൂറിസത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഡെവലപ്മെൻ്റ് ആയിരുന്നു. ലീഡർഷിപ്പ് ഫോക്കസ് ചെയ്ത പ്രധാന മേഖലകൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഫ്രീ സോൺസ്, ടൂറിസം ആൻഡ് അഡ്വഞ്ചർ സ്പോട്സ്, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ. 2000-ൽ റാക്കിന് എക്കണോമി പ്രധാനമായും ട്രഡീഷണൽ മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിൽ ഫോക്കസ് ആയിരുന്നു. എന്നാൽ 2025 കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ വലിയ മാറ്റങ്ങൾ കണ്ടു. പ്രധാന എക്കണോമിക് ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ റാക്ക് സെറാമിക്സ്, ഗ്ലോബൽ എക്സ്പാൻഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ലീഡർഷിപ്പ്, ഫ്രീ സോൺ ആൻഡ് ഇൻഡസ്ട്രിയൽ പാർക്സ്, ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് അട്രാക്റ്റ് ചെയ്തു. മറൈൻ ട്രേഡ് ആൻഡ് ലോജിസ്റ്റിക്സ് ഗ്രോത്ത്, ഓയിലിൽ നിന്നുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ. ഇതിലൂടെ റാസ് അൽ ഖൈമ UAE ശക്തമായ ഇൻഡസ്ട്രിയൽ ഹബ്ബായി മാറി. ടൂറിസം ആൻഡ് അഡ്വഞ്ചർ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റാക്കിന് നേച്ചർ ബ്യൂട്ടി, മൗണ്ടെയ്ൻസ്, ഡെസേർട്ട്, ബീച്ചസ് ഈ എമിറേറ്റ്സിനെ അഡ്വഞ്ചർ ടൂറിസം ഐഡിയൽ ഡെസ്റ്റിനേഷനാക്കി മാറ്റി. പ്രധാന ടൂറിസം അച്ചീവ്മെൻറ്റ്സ്: ജബൽ ജയ്സ് ഡെവലപ്മെൻറ്റ്, വേൾഡ്സ് ലാർജസ്റ്റ് സിപ്പ് ലൈൻ, ഗ്ലോബൽ അഡ്വഞ്ചർ ടൂറിസം അട്രാക്ഷൻ, ലക്ഷറി റിസോർട്ട്സ് ആൻഡ് എക്കോ ലോഡ്ജസ്, റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്സ്, ഈസി ആക്സസിബിലിറ്റി. എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഗ്രോത്തിനൊപ്പം എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി വെൽഫെയറിനും റാക്ക് വലിയ പ്രാധാന്യം നൽകി. പ്രധാന ഇനിഷ്യേറ്റീവ് സ്കൂൾസ്, കോളേജസ്, സ്പോർട്സ് ഫെസിലിറ്റീസ്, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനൊപ്പം സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ബാലൻസും ചെയ്തു. 2000 മുതൽ 2025 വരെ റാസ് അൽ ഖൈമ തെളിയിച്ചത് നേച്ചർ, ഇൻഡസ്ട്രി, അഡ്വഞ്ചർ, ബാലൻസ്ഡ് ഗ്രോത്ത് ആയിരുന്നു. സ്മോൾ എമിറേറ്റ്സിനും ഗ്ലോബൽ റെക്കഗ്നിഷൻ, എക്കണോമിക് സ്ട്രെങ്ത് നേടാം എന്ന് റാസ് അൽ ഖൈമ UAE ഓവറോൾ ഗ്രോത്ത് സ്റ്റോറിയിൽ ഇൻഡസ്ട്രി, ടൂറിസം, സസ്റ്റൈനബിലിറ്റി എന്നിവയിൽ പങ്കുവഹിച്ചു. ഈ ചാനലിൽ UAE ഇൻസ്പയറിംഗ് ഗ്രോത്ത് സ്റ്റോറി മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ അതേഴ്സ് കൺട്രീസ് ഹിസ്റ്ററി, സിവിലൈസേഷൻ ട്രാൻസ്ഫോർമേഷൻ, റിയൽ സ്റ്റോറീസ്, ലെസൺസ് ഫ്രം ദ പാസ്റ്റ് എല്ലാം നിങ്ങൾക്കായി ഷെയർ ചെയ്യും. ഹിസ്റ്ററി നമ്മെ പഠിപ്പിക്കുന്നത് ഒരേയൊരു കാര്യമാണ്: എവ്രി നേഷൻ ഹാസ് എ സ്റ്റോറി, എവ്രി സ്റ്റോറി ഹാസ് എ ലെസൺ. UAE നിന്ന് ആരംഭിച്ച ഈ ജേണി ലോകമാകെ വ്യാപിക്കും. നോളജ്, റെസ്പെക്റ്റ്, ട്രൂത്ത്, ഇൻസ്പിറേഷൻ എന്നിവയുടെ വഴിയിൽ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് അവർ ചാനൽ. ഈ കണ്ടന്റ് നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയി തോന്നിയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ്